Meet the editors. അയോധ്യ പ്രതിഷ്ഠാപന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നാണ് മീറ്റ് ദി എഡിറ്റേഴ്സിലെ ആദ്യ ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ആ തീരുമാനം വന്നിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച തീരുമാനമാണ്. കാരണം പല സംസ്ഥാന ഘടകങ്ങളും കോൺഗ്രസ് സന്ദർശിക്കേണ്ടതില്ല. ദിഗ്വിജയ് സിംഗ് പറയുമ്പോഴും ഹിമാചൽ മുഖ്യമന്ത്രി അനുകൂലമായി പങ്കെടുക്കണമെന്ന് തീരുമാനം അറിയിക്കുമ്പോഴും പല സംസ്ഥാന ഘടകങ്ങളും കേരളമടക്കം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നത് പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഈ പുരിയിലെ ശങ്കരാചാര്യരുടെ പ്രതികരണങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഏകദേശം അതേ ലൈനിലാണ് പ്രതികരണം വന്നിരിക്കുന്നതെന്നാണ് ഞാൻ നോക്കിയത്. കോൺഗ്രസിന് ഇത് ഗുണകരമാകുമോ ദോഷമാകുമോ തിരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടാൽ? എൻ്റെ ഉറച്ച അഭിപ്രായം ഇത് കോൺഗ്രസിന് ഗുണകരമാകും എന്നാണ്. ഇതല്ലാതെ മറ്റൊരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിയില്ലല്ലോ. നോക്കൂ, നമുക്കറിയാമല്ലോ 1990 തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് അയോധ്യ എന്ന് പറയുന്ന ഒറ്റ ആശയത്തിൻ്റെ മുകളിൽ രൂപപ്പെട്ട് വളർന്ന് ശക്തി പ്രാപിച്ച് അധികാരത്തിലെത്തിയ ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഒറ്റ മുദ്രാവാക്യമാണ് അവരെ അധികാരത്തിലെത്തിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റുമെന്നോ ഇന്ത്യയിലെ എല്ലാവർക്കും തൊഴിൽ നൽകുമെന്നോ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇലക്ഷനെ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു പാർട്ടിയല്ല BJP. ആ BJPയുടെ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് മതമാണ്, മതത്തിൻ്റെ ചിഹ്നമായ രാമനാണ്. ആ രാമനെ ഉപയോഗിച്ച് തന്നെയാണ് BJP അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നാണ് പ്രസ്താവനയിൽ കോൺഗ്രസ് വിശദീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. എന്താണ് ആ രാഷ്ട്രീയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ കൈക്കലാക്കുക. ഇപ്പോൾ തന്നെ BJPക്ക് ഉറപ്പുണ്ട് BJP തന്നെയാണ് 2024 അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. എന്നാൽ ആ അധികാരത്തിൽ വന്നാൽ മാത്രം പോരാ, ഘട്ടം ഘട്ടമായി അവർക്ക് അവരുടെ എന്താ പറയുക അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രോജക്റ്റാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് 2014 അവർ ഏകകക്ഷി എന്നുള്ള നിലയ്ക്ക് വന്നു, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. 2019 ആകുമ്പോൾ 300 എന്ന മാർക്ക് കടന്നിരിക്കുന്നു. 2024 അവർ 400 കടക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഭരണഘടന മാറ്റണമെങ്കിൽ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം വേണം. ആ 3/2 ഭൂരിപക്ഷം നേടിയെടുക്കുക എന്നുള്ളത് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രത്യേകിച്ച് BJPയുടെയും ഒരു വലിയ രാഷ്ട്രീയ പദ്ധതിയാണ്. ആ രാഷ്ട്രീയ പദ്ധതിയിലേക്ക് യാത്ര ചെയ്ത് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല വൈകാരികമായ ചിഹ്നം എന്ന് പറയുന്നത് ശ്രീരാമനാണ്. ഈ 2019 സുപ്രീം കോടതി വിധിയോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം വെച്ചാൽ 2019 വിധിയോടുകൂടി രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതിയായി. ഇനിയിപ്പോൾ ഇതാ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു. എന്തിനാണ് ഒരു ഇൻകംപ്ലീറ്റ് സ്ട്രക്ചർ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്? വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നിരിക്കുന്നത് പൂർത്തീകരിക്കാത്ത ഒരു സമുച്ചയത്തിൽ പ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നു, അത് ശാസ്ത്രവിധി പ്രകാരം ശരിയല്ല. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. ഈ ശാസ്ത്രവിധി ഒന്നും ഒരു പ്രശ്നവുമല്ല BJPക്ക്. BJPയെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇനി ഒരു വാക്കുപോലും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം നിർമ്മിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കേട്ടോ. BJP വളരെ ജനകീയമായ മുദ്രാവാക്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് വയ്ക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബൈ ഡിഫോൾട്ട് ഈ ഹിന്ദുത്വ എന്ന് പറയുന്നൊരു സാധനം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതൊന്നും തന്നെ പറയേണ്ട ആവശ്യം BJPക്കില്ല. ഇനി BJP ചില വെൽഫെയർ മെഷേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതി, രാജ്യത്തെ ലോക സാമ്പത്തിക രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ എത്തിക്കാൻ പോകുന്ന പാർട്ടി, ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുക. പക്ഷേ ബൈ ഡിഫോൾട്ട് ഈ ശ്രീരാമക്ഷേത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അതൊരു വികാരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകാതിരിക്കുന്നത് വഴി കോൺഗ്രസിന് എന്തെങ്കിലും നഷ്ടം വരും എന്നൊരു സിദ്ധാന്തം നിലനിൽക്കില്ല. കാരണം രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയാൽ കോൺഗ്രസിന് എന്താ കിട്ടാൻ പോകുന്നത്? ആ വോട്ടെല്ലാം നിർബന്ധമായും ആ രാമവികാരത്തിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്ന ഹിന്ദു വിഭാഗങ്ങളെല്ലാം തന്നെ BJPയുടെ വോട്ട് ബാങ്കാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് മതേതര ഹിന്ദുക്കളാണ്. ഇപ്പോൾ കേരളം ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 50% ഹിന്ദുക്കളുള്ള സംസ്ഥാനമല്ലേ കേരളം. 30% വരും മുസ്ലിങ്ങൾ, 18% വരും ക്രിസ്ത്യാനികൾ, അന്യമതസ്ഥർ 2% വരും. 50% ഹിന്ദുക്കളുള്ള ഈ സംസ്ഥാനത്ത് BJPയുടെ സ്ഥിതി എന്താ? ഒരു MLA ഒരു പ്രാവശ്യം ബൈ ഫോൾട്ട് ജയിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റുമോ? പരമാവധി 15-16% വോട്ട് നേടിയ ഒരു സാഹചര്യം ഒഴിച്ചു നിർത്തിയാൽ BJPക്ക് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? മതേതര ഹിന്ദുക്കൾ അതിശക്തമായി ഇവിടെ ഇടതു വലതു മുന്നണികളുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു ചേരി ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ആ മതേതര ഹിന്ദു വോട്ട് ബാങ്കിനെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടത്. അതായിരിക്കണം കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ആശങ്ക
ചർച്ചയ്ക്കും ആശയക്കുഴപ്പത്തിനും ഇട നൽകാതെ കോൺഗ്രസ് ആദ്യം തന്നെ ഈ തീരുമാനം എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ഒരു നിമിഷം വൈകരുതായിരുന്നു. ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ആ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനുള്ള അവസരം നൽകാതെ ഈ ഇൻവിറ്റേഷൻ വന്ന അടുത്ത ദിവസം ഇവർക്ക് ഇത് പ്രഖ്യാപിക്കാവുന്നേ ഉള്ളൂ. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംഭവിക്കുമെന്നും അറിയാത്തൊരു പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് പറയുന്നത്? കോൺഗ്രസ് അതിൻ്റെ നിലപാടുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു 5-ാം തീയതി, ഈ മാസം 5-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതൃയോഗം ഡൽഹിയിൽ നടന്നു. എല്ലാ സംസ്ഥാന PCC അധ്യക്ഷന്മാരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് UP-യുടെ പ്രസിഡന്റായിട്ടുള്ള അജയ് റായും അതുപോലെ തന്നെ ബീഹാറിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഖിലേഷ് പ്രസാദ് സിംഗും വളരെ കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതാണ്, ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ്. ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് നിലപാടെടുക്കണം, എന്താണ് പാർട്ടിയുടെ തീരുമാനം? 5-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതിയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലെ നേതാക്കൾ VM സുധീരൻ വളരെ ശക്തമായൊരു നിലപാട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ നേതാക്കൾ ഇരുട്ടിൽ തപ്പുകയായിരുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒട്ടും തന്നെ വൈകാതെ നിലപാടുകൾ വളരെ വ്യക്തതയോടുകൂടി കോൺഗ്രസ് പറയേണ്ട ഒരു ഘട്ടമാണ്. അനാവശ്യമായി ഈ വൈകൽ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് ശരിയായ നിലപാടാണ്. അതിൻ്റെ പേരിൽ, ഈ രാമൻ്റെ പേരിൽ വോട്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു തീരുമാനം, ശക്തമായ തീരുമാനം കോൺഗ്രസ് നേരത്തെ തന്നെ എടുക്കേണ്ടിയിരുന്നു. വൈകിയാണെങ്കിലും അത് എടുത്തത് വളരെ നല്ല കാര്യമാണ്. ആ അർത്ഥത്തിൽ ഈ തീരുമാനം കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഇങ്ങനൊരു മതേതര നിലപാട്, കുറച്ചുകൂടി ബോൾഡായ നിലപാട് ഈ ഘട്ടത്തിൽ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല നേതാക്കളും വ്യത്യസ്തമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ CPM-ഉം തൃണമൂൽ കോൺഗ്രസും പ്രതികരിച്ചതുപോലെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് കുറച്ചുകൂടി സങ്കീർണമാണ്. ഈ പറഞ്ഞതുപോലെ പല നേതാക്കളും മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു കൂടിയാലോചന അതിൽ വേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് ആ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ പാർട്ടിയിൽ നല്ല രൂപത്തിൽ ആലോചിച്ച ശേഷമുള്ള മധ്യപ്രദേശ് ഒരു വലിയ പാഠമല്ലേ സ്മൃതി? അതെ, പാഠമുണ്ട്. മൃദുഹിന്ദുത്വം എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമേ 160 സീറ്റാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഏതായാലും ആ പാഠം മനസ്സിലാക്കുന്നു. അവിടെ എത്തുന്ന 7000 പേരിൽ 3 പേരായി പോകേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ്. അത് വളരെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രസ്താവന ജയറാം രമേശിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്താവന തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് രാമക്ഷേത്ര ശിലാസ്ഥാപനം എന്നുള്ളതാണ്. നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രമാണ് BJP RSS നേതാക്കൾ ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ പുരി ശങ്കരാചാര്യയൊക്കെ പറഞ്ഞിട്ടുള്ള വാദം. വിശ്വാസം ഒരു വ്യക്തികേന്ദ്രീകൃത വിഷയമാണ്. 2019 സുപ്രീം കോടതി വിധിയും ദശലക്ഷക്കണക്കിന് രാമഭക്തരുടെ വികാരവും മാനിക്കുന്നു എന്ന് പറയുമ്പോൾ രാമഭക്തരുടെ വികാരം മാനിക്കുന്നില്ല എന്ന് പിന്നീട് വന്ന BJP-യുടെ പ്രതികരണം അത് അവർ പറയുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ അയോധ്യയാണ് പൂർണ്ണമായും എല്ലാം തീരുമാനിക്കുക എന്ന രൂപത്തിൽ ആലോചിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. BJP പറഞ്ഞ പോലെ മറ്റു തന്ത്രങ്ങളും അപ്പുറത്ത് വികസനമൊക്കെ പറയുകയും ചെയ്യും. അവർക്കിനി ഈ തീവ്ര നിലപാട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അവർ തീവ്ര നിലപാട് എടുക്കുകയും അത് ഫലവത്തായി നടപ്പാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. മറിച്ച് വിവിധ ജാതി വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ BJP കാണിക്കുന്ന തന്ത്രം, അതാണ് കോൺഗ്രസ് പഠിക്കേണ്ട പാഠം. ആ പാഠം പഠിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ്. അപ്പോഴും പല നേതാക്കളും നടത്തുന്ന പ്രസ്താവന, നേരത്തെ പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, മധ്യപ്രദേശിലെ ദിഗ്വിജയ് സിംഗ് പോലുള്ള നേതാക്കൾ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില PCC അധ്യക്ഷന്മാർ സ്വകാര്യം, വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള അല്ലെങ്കിൽ വ്യക്തികൾ എന്ന നിലയ്ക്കൊക്കെ പോയേക്കാം. പക്ഷെ അപ്പോഴും ഈ മൃദു ഹിന്ദുത്വ പ്രതികരണങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ ബോൾഡായിട്ടുള്ള നിലപാടിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള മറ്റു പ്രതികരണം അപ്പുറത്തും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് കോൺഗ്രസിന് ആശ്വാസകരമായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൽ വന്നിരിക്കുന്നതാണ്. ലീഗിനെ സംബന്ധിച്ച് നല്ല ആശങ്കയുണ്ടായിരുന്നു. ലീഗിനും ഇപ്പോൾ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ആശ്വാസകരമായ തീരുമാനം എന്നതാണ്. ഇന്ത്യയുടെ മതേതര മണ്ണിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയൊക്കെയാണ് തളിർത്ത് ഒരു വടവൃക്ഷമായി വളർന്നിരുന്നത്. ആ പാർട്ടിയുടെ തണലിലാണ് മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയിൽ ഏറെക്കാലമായി വിവിധ വിഭാഗങ്ങളെ ഒരു മഴവില്ലിൽ എന്ന വണ്ണം ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിരുന്നത്. ഒരിക്കൽ കൂടി കോൺഗ്രസ് അതിൻ്റെ അശ്രദ്ധേയമായ തീരുമാനമെടുത്തിരിക്കുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഇത്തവണ 139 വർഷം തികയുന്നൊരു പാർട്ടി അതിൻ്റെ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു നാഗ്പൂരിൽ വെച്ച്. വി ആർ റെഡി, ഞങ്ങൾ തയ്യാറാണ്, സംഘപരിവാറിനെ നേരിടാൻ തയ്യാറാണ്. പലർക്കും സംശയമുണ്ടായിരുന്നു, ദിഗ്വിജയ് സിംഗ് ഉള്ള കോൺഗ്രസ്, കമൽനാഥ് ഉള്ള കോൺഗ്രസ്, രാമക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന ഹിമാചൽ പ്രദേശിലെ മന്ത്രിമാരുള്ള കോൺഗ്രസ് എങ്ങനെയായിരിക്കും സംഘപരിവാറിനെ നേരിടാൻ പോകുന്നത് ചോദ്യമായിരുന്നു. അതിനുള്ളൊരൊറ്റ ഉത്തരമാണ് ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത്, ഞങ്ങൾ ആ മണ്ണിലേക്കില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, ആ പ്രസ്താവന ഒന്നുകൂടി വായിച്ചാൽ ഇതൊരു BJP RSS ഇവൻ്റ് ആയതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നാണ് ജയറാം രമേശ് പറയുന്നത്. അപ്പോൾ സംഘാടനം BJPക്കും RSSനും ആയതുകൊണ്ടാണ് പങ്കെടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കും. അതാണോ കാരണം? യഥാർത്ഥത്തിലുള്ള കാരണം അതാണോ?
ഈ രാം ജന്മഭൂമി എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയമാണ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാഗമാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ BJP RSSന്റെ സംഘാടനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അയോധ്യ രാം ജന്മഭൂമിയിലെ ഈ ട്രസ്റ്റിൻ്റെ ക്ഷേത്ര നിർമ്മാണം തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന നിലപാടാണോ കോൺഗ്രസിനുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വിധി വരുന്ന ഘട്ടത്തിലാവട്ടെ, അതിനുശേഷം വെള്ളിക്കെട്ടകൾ അയച്ചു കൊടുക്കുന്ന ഘട്ടത്തിലാവട്ടെ, കോൺഗ്രസിൻ്റെ നേതാക്കളാരും ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല ആ രീതിയിൽ. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു തീരുമാനമാണ്. ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് അന്യം നിന്നു പോകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു ഡ്യൂപ്ലിക്കേറ്റായ ഒരു ഹിന്ദുത്വത്തെ ഈ ഹിന്ദുത്വ പ്രോജക്റ്റിന് ആവശ്യമില്ല. ഹിന്ദുത്വ പ്രോജക്റ്റിന് ആവശ്യമുള്ളത് ഒറിജിനൽ ഹിന്ദുത്വയാണ്. ഉപ്പിനോളം പോരില്ല ഉപ്പിലിട്ടത് എന്ന് നമ്മൾ പറയുന്നത് പോലെ BJPക്കൊപ്പോളം പോരില്ല മൃദു ഹിന്ദുത്വമുള്ള കോൺഗ്രസ് എന്നതാണ് ഇന്ത്യയുടെ പരിതസ്ഥിതിയിൽ നമ്മൾ രാഷ്ട്രീയത്തിലൂടെ വായിച്ചെടുക്കാവുന്ന സത്യം. എന്തുകൊണ്ട് വൈകി എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ പുരിയിലെയും ഉത്തരാഖണ്ഡിലെയും ശങ്കരാചാര്യന്മാരുടെ പ്രസ്താവനകൾ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ്. ഹിന്ദു സെക്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, രാമാനന്ദ സെക്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിമർശനവും ഒരു എതിരഭിപ്രായവും രൂപപ്പെടുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുടെ സിമിലാരിറ്റിയാണ്. ഉത്തരാഖണ്ഡിലെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ധർമാചാര്യൻ ചെയ്യേണ്ടത് പ്രധാനമന്ത്രി ചെയ്യുന്നു എന്നതാണ് പുരിയിലെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി ഇത്തരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുക, യോഗയ്ക്ക് ക്ലാസ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ട്രഡീഷൻസിനെതിരാണ് എന്നാണ് പുരിയിലെയും ഉത്തരാഖണ്ഡിലെയും ശങ്കരാചാര്യന്മാർ പറയുന്നത്. അതിനുശേഷമാണ് ജയറാം രമേശിൻ്റെ ഈ പ്രസ്താവന എത്തുന്നത്. ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ മതേതരത്വത്തെ ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സീസറിനുള്ളത് സീസറിന്, പോപ്പിനുള്ളത് പോപ്പിന്. ഇതാണ് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പിന്തുടരുന്ന മതേതരത്വത്തിൻ്റെ അടിസ്ഥാന ഫോർമുല എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അത് രാമക്ഷേത്രത്തിലൂടെ അത് വളരെ വ്യക്തമായി സുവ്യക്തമായി പല ഘട്ടങ്ങളിലും അത് ആ അതിർത്തികൾ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരിക്കൽ കൂടി ആ മതേതരത്വത്തെ ബ്ലർ ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിന് മുമ്പായി റോഡ് ഷോ നടത്തുന്നു. റോഡ് ഷോ മാത്രമല്ല, അന്നത്തെ 22-ാം തീയതി നടക്കാൻ പോകുന്ന പരിപാടിയുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ 1/2 കിലോമീറ്ററോളം അന്നും റോഡ് ഷോ നടത്തിയതിനു ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ഒരു പ്രധാനമന്ത്രി നേരിട്ട് നിർവഹിക്കുന്ന ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെ പ്രധാനമന്ത്രി ഈ പ്രതിഷ്ഠയുടെ തൊട്ടു മുന്നിലുണ്ടാവും, അതിന് തൊട്ടു താഴെയായി ബാക്കിയുള്ള കാർമ്മികരുണ്ടാവും, അതിന് തൊട്ടു താഴെയായി മറ്റു നേതാക്കൾ, അതിനും തൊട്ടു താഴെയായിരിക്കും ഈ അധീർ രഞ്ജൻ ചൗധരിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും സ്ഥാനം. അങ്ങനൊരു സ്ഥാനത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം രാഷ്ട്രീയമായ ചോദ്യമാണ്. രാഷ്ട്രീയമായ ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം നൽകിയിരിക്കുന്നു. ഇത് നെഹ്റുവിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ലെഗസിയിലേക്കുള്ള തിരിച്ചുപോക്കെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഈ മണ്ണിൽ പൂക്കാനും തളിർക്കാനും കഴിയുക ആത്മാർത്ഥമായ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ജനപക്ഷത്ത് നിന്നുകൊണ്ടല്ലാതെ ഇന്ത്യൻ മണ്ണിൽ ഇനിയൊരു മുന്നോട്ടുള്ള പോക്ക് സാധ്യമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു എന്നതും ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ധീരമായൊരു സ്റ്റെപ്പാണ്. BJP ആക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. രാമനോടുള്ള വിശ്വാസമില്ലാത്തവർ, ആൻറ്റി ഹിന്ദു എന്ന ബ്രാൻഡിംഗ് ആണ്. ത്രേതായുഗത്തിൽ രാവണൻ ചെയ്തത് എന്താണോ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നതെന്ന് അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. ആക്ഷേപിച്ചോട്ടെ, രാമനെ സ്നേഹിക്കാത്തവരാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ പിന്തുടരുന്നവരാണ് തങ്ങളെന്ന് കോൺഗ്രസിന് സ്ഥാപിക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നികേഷ് കുമാർ, നോക്കൂ, ഇന്നിപ്പോൾ ഒരു പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിശ്ചലാനന്ദ സരസ്വതി മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഉത്തരാഖണ്ഡ് 4 ശങ്കരാചാര്യ സ്വാമികൾ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കും തള്ളിക്കളയാൻ കഴിയാത്തതാണ്. ഇത് എത്ര കണ്ട് ദേശീയ തലത്തിൽ മാധ്യമങ്ങളിൽ വരും എന്നെനിക്കറിയില്ല. കാരണം വളരെ ഖണ്ഡിതവും വളരെ കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ള നിലപാടുകളാണല്ലോ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് എന്ന് കൃത്യമായി രാഷ്ട്രീയമായി അതിനെ വിശകലനം ചെയ്യുകയാണ് ശങ്കരാചാര്യ സ്വാമികൾ. രണ്ടാമത്തേത്, രാമഭക്തരെയും ശൈവഭക്തരെയും വേർതിരിക്കാൻ നോക്കുന്നു. ഇത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രതിഷ്ഠാകർമ്മം നടത്തുന്നു? പ്രധാനമന്ത്രി അല്ലല്ലോ പ്രതിഷ്ഠാകർമ്മം നടത്തേണ്ടതെന്ന് വെച്ചാൽ സന്യാസ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ട്
അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കൃത്യമായി കണക്ട് ചെയ്യാൻ ശങ്കരാചാര്യ സ്വാമികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദു സനാതന സംവിധാനങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്നു. പിന്നീട് VHP, RSS, BJP എന്നീ സംവിധാനങ്ങൾ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സംഘാടനം ഉണ്ടല്ലോ, ആ സംഘാടനത്തെയും ശങ്കരാചാര്യ സ്വാമികൾ എതിർക്കുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി സഹായകരമായി എന്നാണ് കരുതേണ്ടത്. നിലവിൽ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനമാണ് എന്ന കാര്യത്തിലൊരു തർക്കമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വെളിച്ചമായി നമുക്ക് കോൺഗ്രസിൻ്റെ ഈ തീരുമാനത്തെ കാണാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കൂ, ഈ ആട്ട ദാൽ വിലയാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം പ്രധാന അജണ്ടയാക്കി കൊണ്ടുവരികയാണ്. അതൊന്നും ഒരു തരത്തിലും ഫലിക്കില്ല ഈ നാട്ടിൽ എന്നൊന്നും വിചാരിക്കാൻ വയ്യ. 2002 മുതൽ നരേന്ദ്രമോദി എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട അദ്ദേഹത്തിന് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 2001 അദ്ദേഹം കച്ച് ഭൂകമ്പത്തെ തുടർന്ന് കേശുഭായ് പട്ടേലിനെ മാറ്റി മുഖ്യമന്ത്രി ആയപ്പോൾ അവിടെ ആൻറ്റി ഇൻകംബൻസി അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഗോദ്ര സംഭവം ഉണ്ടായിട്ടുള്ളത്. 2002 വർഗീയ കലാപത്തിൻ്റെ മൂർധന്യത്തിലാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് അവിടെ സംഘടിപ്പിക്കുന്നത്. പിന്നീട് 2007 എന്ത് സംഭവിച്ചു, 2012 എന്ത് സംഭവിച്ചു, 2014 എന്ത് സംഭവിച്ചു, 2019 എന്ത് സംഭവിച്ചു, പുൽവാമ, ബാലക്കോട്ട് എന്ന് നമ്മൾ കണ്ടാണ്. 2024 BJPയുടെ നരേന്ദ്രമോദിയുടെ അജണ്ട തന്നെയാണ് രാമക്ഷേത്ര നിർമ്മാണം എന്ന കാര്യത്തിൽ തർക്കമില്ല. നോക്കൂ, സാധാരണയായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആട്ടാദാലിൻ്റെ കാര്യമാണ്, അവൻ്റെ ഉപ്പിൻ്റെ കാര്യമാണ്, അവൻ്റെ പാചകവാതകത്തിൻ്റെ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കാൻ നരേന്ദ്രമോദി പ്രതിജ്ഞാബദ്ധനാണ്. കാരണം അതൊക്കെ ചോദിച്ചാൽ നരേന്ദ്രമോദി അവിടെ അധികാരത്തിലുണ്ടാകില്ല എന്ന് നമുക്കറിയാം. കാരണം എന്തായിരുന്നു ആട്ടയുടെയും ദാലിൻ്റെയും വില, എന്തായിരുന്നു പാചകവാതകത്തിൻ്റെ വില, എന്തായിരുന്നു അവൻ ഉപയോഗിക്കുന്ന ഡീസലിൻ്റെ, പെട്രോളിൻ്റെ വില. ആ വിലയൊക്കെ തന്നെയും 50 രൂപയിൽ എത്തിക്കുമെന്ന് പറഞ്ഞവർ അതിനെ 100 കടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമക്ഷേത്ര നിർമ്മാണം കൊണ്ടുവന്നിട്ടുള്ളത്. ആ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രതിഷ്ഠ നോക്കൂ, ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്ന നിലയിലാണ് ഈ ഹിന്ദി സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി സ്വയം പ്രതിഷ്ഠിക്കുന്നത്. അവിടെ പ്രതിഷ്ഠാകർമ്മത്തിന് വേറൊരു കാഷായ വസ്ത്രധാരിയെ കൊണ്ടുവരാൻ നരേന്ദ്രമോദിയും തയ്യാറല്ല. ആ നിലയിൽ ഒരു ഹിന്ദു സാമ്രാജ്യം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നേരെ പോയി ഈ നിലയിൽ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. അവിടെയാണ് ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇതിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്നു എന്ന്. അപ്പോഴാണ് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് രാമാനന്ദ സെക്ടറാണ്, സന്യാസികൾക്കല്ല, ശൈവശക്ത വിഭാഗങ്ങൾക്കല്ല. ചമ്പത്രായി അങ്ങോട്ട് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമാണ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനൊരു ബദൽ രാഷ്ട്രീയം എടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. കാരണം ഒരുപക്ഷെ ഇനി 2024 അടപടലം തോറ്റു എന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ ഒരു നിലപാടുണ്ട് അവിടെ. എക്സാക്ട്ലി ആ നിലപാട് തന്നെയാണ് 2024 അപ്പുറത്തേക്ക് ഇന്ത്യയുണ്ട് എന്നൊരു സാധ്യതയാണ് ഇന്ന് കോൺഗ്രസ് തുറന്നിടുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സുജയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ മറ്റൊരു സന്യാസി വര്യനെ അനുവദിക്കുന്നില്ല എന്ന്. നെപ്പോളിയൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പോപ്പ് തലയിൽ കിരീടം ഏറ്റെടുക്കാൻ വരുന്ന സമയത്ത്, വയ്ക്കാൻ വരുന്ന സമയത്ത് നെപ്പോളിയൻ പറയുന്നു, ഈ കിരീടധാരണത്തിന് താങ്കളെ ഞങ്ങൾ അനുവദിക്കുന്നില്ല. കാരണം ഈ കിരീടധാരണം താങ്കൾ നിർവഹിച്ചാൽ ഞാൻ താങ്കൾക്ക് കീഴ്പ്പെട്ടു പോകേണ്ടി വരും എന്ന് നെപ്പോളിയൻ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. സുജയ ഭാവതി, ആ വാദത്തെ ഞാൻ പൂർണ്ണമായും തള്ളുകയാണ്. മാത്രമല്ല, നെപ്പോളിയൻ പറഞ്ഞതല്ല, നരേന്ദ്രമോദി അങ്ങനെ ഒരു വാദമാണ് പിന്തുടരുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള താങ്കളുടെ ശ്രമത്തെ ഞാൻ പൂർണ്ണമായും തള്ളുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഫോൾസ് നറേറ്റീവാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. 2024, അതായത് ഈ വർഷം ജനുവരി 22-ാം തീയതി അയോധ്യയിൽ നടക്കാൻ പോകുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്, ആ ചടങ്ങ് നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ അറ്റ്ലീസ്റ്റ് വായിച്ച് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യേണ്ടിയിരുന്നു എന്ന ഒരു അപേക്ഷ കൂടി വെച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വസ്തുതകളിലേക്ക് വരാം. പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് രാജ്യത്തുടനീളമുള്ള മറ്റ് 121 വൈദിക ബ്രാഹ്മണർക്കൊപ്പം പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടപ്പാക്കുന്നത്. അത് സഞ്ജീവിനി യോഗയ്ക്ക് കീഴിൽ സംഭവിക്കുന്നു. പ്രധാനമന്ത്രി അല്ലാതെ പോയി പ്രാൺ പ്രതിഷ്ഠ നേരിട്ട് നടത്തുകയല്ല, സന്യാസി വര്യന്മാരെ അവിടെ ഒഴിവാക്കി നിർത്തിയിട്ടുമില്ല. ഇതാണ് ഇതിലെ വസ്തുത. പിന്നെ പ്രാൺ പ്രതിഷ്ഠ നടത്തുന്നതിന്
മുൻപ് വിഗ്രഹം അവിടെ സ്ഥാപിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായോ എന്ന ചോദ്യം അവിടെ ഉയർത്തിയിരുന്നു. അങ്ങനെയൊരു ആവശ്യം അവിടെയില്ല. ഈ പ്രാൺ പ്രതിഷ്ഠ നടത്തുന്നതിന് ആവശ്യമായ മുഹൂർത്തമാണ് അവിടെ നേരത്തെ കുറിച്ചിരിക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രാൺ പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. അത് ജനുവരി 22-ാം തീയതിയാണ്. കൃത്യമായ സമയവുമുണ്ട്. ഉച്ചയ്ക്ക് 12:20-നും 12:30-നും ഇടയിലാണ് രാംലല്ല വിഗ്രഹം അവിടെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്താൻ പോകുന്നത് ഈ വിഗ്രഹം സ്ഥാപിക്കലല്ല, ആദ്യത്തെ ആരതി ഒഴിയലാണ്. എനിക്ക് തോന്നുന്നു ഈ ചടങ്ങുകളെക്കുറിച്ചൊക്കെ വലിയ ധാരണയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാകാം. അപ്പോൾ ഞാൻ അതിന്റെ ഷെഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ എത്തുന്നതോടുകൂടിയല്ല ഈ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് തുടങ്ങുന്നത്. 16-ാം തീയതി മുതൽ തന്നെ അതിനായിട്ടുള്ള കൃത്യമായ വേദവിധിപ്രകാരമുള്ള താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ തുടങ്ങുകയാണ്. ആദ്യ ദിവസം ഈ വിഗ്രഹം നഗരപ്രദക്ഷിണത്തിന് കൊണ്ടുപോവുകയാണ് ജനുവരി 16-ന്. 17-ാം തീയതി പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുന്നു. 18-ാം തീയതിയാണ് ജീവന്റെ സമർപ്പണ ക്രിയ എന്ന് പറയുന്ന ഇതിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുന്നത്. അന്നാണ് ഈ മണ്ഡപ പ്രവേശന പൂജ, അതായത് രാംലല്ല വിഗ്രഹം സ്ഥാപിക്കുന്നതിനായുള്ള മണ്ഡപ പ്രവേശന പൂജ, വാസ്തുപൂജ, വരുണ പൂജ, ഇങ്ങനെ ഘട്ടങ്ങളായി കടന്നാണ് ഈ പ്രാൺ പ്രതിഷ്ഠയിലേക്ക് എത്തുന്നത്. 19-ാം തീയതി ഈ ദിവസമൊന്നും നരേന്ദ്രമോദി അവിടെ ഇല്ല കേട്ടോ. നരേന്ദ്രമോദി അല്ല ഇതൊന്നും ചെയ്യുന്നു. ഇതൊക്കെ വേദവിധി പ്രകാരം സന്യാസി വര്യന്മാർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പുരോഹിതർ വേദമന്ത്രങ്ങൾ പാലിച്ചുകൊണ്ട് യാഗ അഗ്നികുണ്ഡം തയ്യാറാക്കുന്നതടക്കമുള്ള ചിട്ടവട്ടങ്ങളിലേക്ക് കടക്കുന്നത് 19-ാം തീയതിയാണ്. 20-ാം തീയതിയാണ് രാം മന്ദിറിന്റെ സങ്കേതം, അതായത് ആ പ്രധാനപ്പെട്ട ഇടം 81 കലശങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നു, വിവിധ നദികളിൽ നിന്നെടുത്തുകൊണ്ടുള്ള വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു, വാസ്തുശാന്തി ചടങ്ങ് നടത്തുന്നു. അന്നും നരേന്ദ്രമോദി അവിടെയില്ല. 21-ാം തീയതിയാണ് രാംലല്ല വിഗ്രഹത്തെ കുളിപ്പിക്കുന്നത്, അവിടെ യാഗം നടക്കുന്നത്. അത് 21-ാം തീയതി. അതിനുശേഷം 22-ാം തീയതി നടക്കുന്നത് പുണ്യസമർപ്പണമാണ്. പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ആരതി ഒഴിയാൻ പ്രധാനമന്ത്രി അവിടെ വന്നുകൂടാ, അത് കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്ത് നിലപാടാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നതിനെ എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ മമതാ ബാനർജിയൊക്കെ പറഞ്ഞതുപോലെ ആദ്യമേ പറയാമായിരുന്നല്ലോ. ഇത്രയും ദിവസം ആലോചിച്ചുകൊണ്ട് തങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പം കോൺഗ്രസ് എല്ലാവരെയും അറിയിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അയോധ്യയെ രാഷ്ട്രീയ പദ്ധതിയാക്കി എന്നുള്ളതാണല്ലോ പറയുന്നത്. ഈ രാഷ്ട്രീയ പദ്ധതിയാണ് എന്നുള്ളത് ഇന്നാണോ കോൺഗ്രസ് അറിയുന്നത്? മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇന്ന് പ്രസ്താവന ഇറക്കിയ ജയറാം രമേശും ഒക്കെ ഇന്നാണോ അയോധ്യ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്, ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ്, അങ്ങനെ തന്നെയല്ലേ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? അങ്ങനെ അറിയുന്നത് ഇന്നാണോ? ഈ ഒരു ദിവസമാണോ? ഇത്രയും ദിവസം എന്തിനു വേണ്ടി അവർ കാത്തിരുന്നു? എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പം? നിലപാട് വ്യക്തമാക്കാൻ ഇത്രയേറെ ആലോചിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിലപാടിൽ തെളിച്ചമുണ്ടാക്കിയെന്നല്ല, ആശയക്കുഴപ്പം അവിടെ അവശേഷിക്കുന്നു. ഇനിയുമുണ്ട് ആശയക്കുഴപ്പം. അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ ഈ ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. BHP കൊണ്ടുപോയി ക്ഷണക്കത്ത് കൊടുത്തത് BJP നേരിട്ട് കൊണ്ടുപോയി ക്ഷണക്കത്ത് കൊടുക്കുകയല്ല അവിടെ ചെയ്തിരിക്കുന്നത്. RSSും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. VHP ആണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ രാം ജന്മഭൂമി ട്രസ്റ്റാണ്. സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗെക്കും അധിർ രഞ്ജൻ ചൗധരിക്കും ക്ഷണക്കത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇന്നാണ് RSSന്റെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ക്ഷണക്കത്ത് കൊടുക്കുന്നത്. ഇവർക്ക് ക്ഷണക്കത്ത് കൊടുത്തത് എന്നാണ് എന്നൊക്കെ ഉണ്ണി സാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ദൂരദർശൻ വീക്ഷിച്ച നരസിംഹറാവുവിനെയൊക്കെ എന്നെക്കാൾ നന്നായി ഉണ്ണി സാറിനും നികേഷ് സാറിനും ഒക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. ഈ തർക്കമന്ദിരം വീഴുന്ന സമയത്ത് ദൂരദർശൻ കാണുകയായിരുന്നു PV നരസിംഹറാവു എന്നൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ 2005-ൽ പ്രസിദ്ധീകരിച്ച അയോധ്യ December 6 എന്ന പുസ്തകത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ചുള്ള എന്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് മതേതര ഹിന്ദുക്കളാണ് എന്ന് സ്ഥാപിക്കാനായി ഇവിടെ ഉണ്ണിസാറ് ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് NSSന്റെ ഭാഗത്ത് ഇത് കൃത്യമായ ഒരു നിലപാട് വന്നിട്ടുണ്ട്. NSS എന്ന് പറയുന്നത് BJPയുടെ ഒരു വോട്ട് ബാങ്കായി ഒരിക്കലും അങ്ങനെ ഉറച്ചു നിന്നിട്ടുള്ള ഒരു സമുദായ സംഘടനയല്ല. NSSന്റെ വോട്ട് തേടി NSSന്റെ ആസ്ഥാനത്തേക്ക് ചെന്നിട്ടില്ല എന്ന് തർക്കിക്കുന്നവർ, അവരെയൊക്കെ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ NSSന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായി വന്നിട്ടുണ്ട്. അത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കത്തിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, അതൊന്ന് എടുക്കണം. അപ്പോൾ ഈ രാമക്ഷേത്രമല്ലാതെ മറ്റൊരു പോൾ ക്യാമ്പയിൻ ഇല്ല എന്ന് പറയുന്നതിനെയൊക്കെ ഒരു പോൾ ക്യാമ്പയിൻ അല്ല, ഭക്തരാണെങ്കിൽ അവിടെ പോകും, അതിന് നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പദ്ധതി എന്ന് പറയുന്നത് എന്ന ചോദ്യം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഈ 15-16% ഉള്ളൂ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി എവിടെയില്ല, ഇടത് വലത് മുന്നണികളിലായി മതേതര ഹിന്ദുക്കൾ നിൽക്കുന്നു. പക്ഷേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം കൂടിയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുമെന്ന ഒരു വസ്തുത അവിടെ നിൽക്കുകയാണ്. പിന്നെ ബോൾഡ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നത്, ബോൾഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഹേസ്റ്റിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ എടുക്കേണ്ട ഒന്നാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ബോൾഡാണ് കോൺഗ്രസ് എന്നൊന്നും ഈ ഡിസിഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. തത്രപ്പാടിൽ കേരളത്തിലാണല്ലോ ആകെ UDFന് 19 സീറ്റുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റുകളിൽ ഏറിയ പങ്കും കിട്ടിയത് കേരളത്തിൽ നിന്നാണല്ലോ. അപ്പോൾ അത് പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ഗിമ്മിക്, ദാറ്റ്സ് ഓൾ. ഈ മതേതരത്വ ഭാരതത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ 5 പേരാണ് ഉണ്ടാവുക. ആ 5 പേരാരൊക്കെയാണ് ഒന്ന് പറയാമോ? ഈ അയോധ്യ രാമക്ഷേത്രം
പ്രതിഷ്ഠാകർമ്മം ഞാൻ അതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ താങ്കളുടെ വിയോജിപ്പ് ആദ്യം പറയൂ, അല്ലാതെ ആ ചോദ്യം വിയോജിപ്പാണ് ചെയ്താൽ വിയോജിപ്പാണ് ഞാൻ ഈ പറയുന്നത്. അല്ലല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ള 5 പേർ ആരൊക്കെയാണ്? താങ്കൾ പറയൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി ആദ്യം പറയൂ. ആ മറുപടിയല്ലേ ചോദ്യമായി വരുന്നത്? അല്ല, ആ 5 പേർ ആരൊക്കെയാണ്? ഡോക്ടർ അരുൺ, ഇത് താങ്കൾ ഡൈവേർഷൻ ആണ്, ഡൈവേർഷൻ ഓഫ് ദ ടോപ്പിക് ആണ്. ഞാൻ പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രി അവിടെ ആരതി ഒഴിയുന്നതിനെ പ്രതിഷ്ഠ നടത്തുന്നു എന്നാണ് ഡോക്ടർ അരുൺ പറഞ്ഞത്. സംവദിക്കുകയല്ല എന്റെ ലക്ഷ്യം. പിന്നെ എന്നാ എന്നോട് ചോദ്യം ചോദിക്കണം? താങ്കൾ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞ നുണ ഞാൻ പൊളിച്ചു. നിങ്ങൾ പറയുന്ന ഫാക്ച്വൽ എറേഴ്സിന് ഫാക്ച്വൽ എറർ അല്ല. പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ളിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോഴുള്ള 5 പേർ ആരൊക്കെയാണ്? വൈദിക ശ്രേഷ്ഠരാണ്. അല്ല, പറയൂ. അതിലൊരാൾ പ്രധാനമന്ത്രിയാണ്, അതിലൊരാൾ യോഗി ആദിത്യനാഥാണ്, അതിലൊരാൾ UP ഗവർണറാണ്, മറ്റൊരാൾ ചീഫ് പ്രീസ്റ്റാണ്. എന്താണ് പ്രധാനമന്ത്രിക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ കാര്യം? ശ്രീകോവിലിനുള്ളിൽ കയറി ഇവരാണോ ആ പ്രതിഷ്ഠ അവിടെ നടത്തുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഒരു മതേതര ഞാൻ ഭാരതത്തിൽ ചോദിച്ചത് എന്താണ് കൃത്യമാണ്. കൊടുക്കുന്ന പ്രതിഷ്ഠ സന്ദേശം? നടത്തുന്നത് ആരാണ്? എനിക്ക് അത്ഭുതവും വേദനയും ഉണ്ടാവുന്നത് ഇന്ത്യയുടെ ഒരു മതേതര ഭാരതത്തിൻ്റെ ഒരു 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 മതപരമായ ചടങ്ങിൽ നിങ്ങൾക്കൊരു വ്യക്തി എന്ന നിലയിൽ പങ്കെടുക്കാം, പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ രാജ്യത്തെ ദീപാവലി ആഘോഷിക്കണമെന്ന് രാജ്യത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായും ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അതിനെ വിമർശിക്കാൻ പോലും കഴിയാതെ ആ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കൊണ്ട് എന്തു കുഴപ്പമെന്ന് പറയാൻ കഴിയുന്ന നൈതിക ബോധത്തിലേക്ക് യുവതലമുറ എത്തുന്നു എന്നതിലുള്ള ആശങ്കയാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ. അല്ല, ഞാൻ ഈ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പം മതേതര ഹിന്ദുക്കളാണ് പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? എന്താണ് സുജയ 1980 BJP രൂപപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് BJP ഇന്ത്യയിൽ അതിൻ്റെ സ്വാധീനം ഉറപ്പിച്ചത്? 1984 2 സീറ്റാണ് BJPക്കുള്ളത്, പാർലമെൻറ്റിൽ 2 സീറ്റാണ് ഉള്ളത്, LK അദ്വാനിയും വാജ്പേയിയും. 92 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം 96 ആദ്യം അധികാരത്തിൽ വരുന്നത് BJP ആണ്. 4 വർഷങ്ങൾക്ക് ശേഷം 13 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല. 98 വീണ്ടും വാജ്പേയി അധികാരത്തിൽ വരികയാണ്. പിന്നെ 6 വർഷം ഇന്ത്യ ഭരിച്ചത് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ്. അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് അയോധ്യയിൽ നിങ്ങൾ കർശനമായി നിലപാടെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. തീവ്ര ഹിന്ദുവാദികളുടെ ഏറ്റവും വലിയ പ്രതിഷേധമെന്ന് പറയുന്നത്. അന്ന് 3 വിഷയങ്ങൾ ഈ സർക്കാർ കൈകാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് NDA എന്ന് പറയുന്ന മുന്നണി ഉണ്ടാകുന്നത്. ആ 3 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 370, യൂണിഫോം സിവിൽ കോഡ്, അയോധ്യ. കാരണം അന്ന് മമതാ ബാനർജി അടക്കമുള്ളവർ, നിതീഷ് കുമാർ അടക്കമുള്ളവർ അന്ന് ഈ NDA മുന്നണിയുടെ ഭാഗമാണ്. NDA മുന്നണിയുടെ കൺവീനറായിരുന്നത് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റാണ്. അപ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷനിൽ NDA എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാക്കി BJP ആദ്യമായ അധികാരത്തിൽ നിന്ന് 6 വർഷം ഇന്ത്യ ഭരിച്ചു. ആ സമയത്ത് അവർക്ക് ഒരു വിവാദ വിഷയത്തിലും തൊടാൻ കഴിഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് ഗോത്ര മുതൽ ഇങ്ങോട്ട് പിന്നെ BJPയുടെ രൂപം മാറുകയാണ്. അത് പയനിയർ ചെയ്ത്, അത് ചാമ്പ്യൻ ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു. 2014 വളരെ കൃത്യമായ സാഹചര്യം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി സർക്കാരുകളിലൊന്നായിട്ട് UPA സർക്കാർ മാറി. ആ വികാരം പരമാവധി മുതലെടുത്ത് വികാസ് പുരുഷ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു. പിന്നീട് നരേന്ദ്രമോദി നടപ്പാക്കുന്നത് മുഴുവൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. അതുകൊണ്ടാണ് അയോധ്യ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു അനുഭവം പറയാം. അത് നടപ്പാക്കാനല്ലേ ആ പാർട്ടി നരേന്ദ്രമോദിയെ മുൻനിർത്തിയത്? കോൺഗ്രസിനും കൃത്യമായ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണല്ലോ ഈ തീരുമാനം എടുത്തത്. കയ്യിലുള്ളത് പോകാതിരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴത്തേത്. അല്ലാതെ 2024 അങ്ങ് പിടിക്കാമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അയോധ്യ എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അല്ല, അയോധ്യ എന്നുള്ളതല്ല ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം. അതും ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അതായത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് ഞാൻ പിന്തുണച്ചത്. നിങ്ങൾ ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് പിന്തുണച്ചത്. അതെന്താ സംശയം? അത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര ഭാരതത്തിൽ രാമക്ഷേത്രത്തെ എതിർക്കുകയാണെങ്കിൽ അങ്ങനെ ശരിയായ രാഷ്ട്രീയ തന്ത്രം, അതായത് BJP എതിർക്കുക എന്നത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വർഗീയത എതിർക്കുക എന്നുള്ളത് വർഗീയത എന്ന് പറയുന്നത് BJP പിന്തുടരുന്ന വർഗീയത മാത്രമാകുന്നത് എപ്പോഴാണ്? വർഗീയത എതിർക്കുകയാണെങ്കിൽ എല്ലാ മതേതരത്വത്തെ അല്ലല്ലോ എതിർക്കുന്നത്, സെലക്ടീവ് മതേതരത്വത്തെയാണ് ഞാൻ എന്നും എതിർത്തിട്ടുള്ളത്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തെയും അല്ലെങ്കിൽ
അല്ലെങ്കിൽ മതത്തിന് അതീതമായി ആളുകളെ കാണാൻ കഴിയുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. BJP അങ്ങനെ അല്ലാതെ കാണുന്നുണ്ടോ? BJP അങ്ങ് മാറ്റി നിർത്തുക. BJP BJP യോട് അങ്ങനെ വെറുപ്പ്. കാണുന്നുണ്ടോ? ഞാൻ പറയട്ടെ BJP അങ്ങനെ മാഡം, കാണുന്നുണ്ടോ? ഞാൻ പറയട്ടെ മാഡം, ആന്റി സംഘപരിവാർ എന്ന് പറയുന്നതാണ് മതേതരത്വം എന്ന് ബിജെപിയുടെ മതേതരത്വം ഒന്ന് വിശദീകരിക്കാമോ? BJP എന്താ മറ്റ് മതങ്ങളിലുള്ളവരെല്ലാം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, ഞങ്ങൾ മാത്രം ഇവിടെ മതി എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കാൻ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ ചെയ്തോ? ചെയ്തല്ലോ. പൗരത്വമില്ല. ഒരു MP ഉണ്ടോ? പൗരത്വമില്ല. ഒരു MLA ഉണ്ടോ? എംപിയും MLA ആണോ? ഞാൻ ചോദിക്കുന്നത് ഇവിടെ അല്ലേ? നിന്ന് ഭൂരിപക്ഷത്തു നിന്നുണ്ടോ? ഞാൻ അപ്പോൾ ചോദിക്കട്ടെ, എന്താണ് മതേതരത്വം? ഞാൻ ചോദിക്കട്ടെ, മുക്തർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഉള്ള ഉണ്ടാകാതിരുന്നോ? MPയുടെ പേര് പറയൂ. ചോദ്യം. ഒരു മുസ്ലിം MPയുടെ പേര് പറയും. ഞാൻ ചോദിക്കുന്ന മുക്തർ അബ്ബാസ് നഖ്വി അല്ലെന്നേ അല്ല ഒറ്റ കാര്യം, എനിക്ക് ഒരൊറ്റ ചോദ്യമുണ്ട്. ഞാൻ ഈ മുസ്ലിം MPയുടെ വിഷയം അങ്ങ് വിട്ടു. ഈ മതേതരത്വത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സിമ്പൽ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റാണ്. ചെങ്കോൽ സ്ഥാപിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഈ ചെങ്കോൽ എന്തിൻ്റെ ചിഹ്നമാണ്? ആരുടെ ചിഹ്നമാണ്? എന്ത് തരം മതേതരത്വമാണ് BJP ഉയർത്തിപ്പിടിക്കുന്ന ആ ചെങ്കോലിൻ്റെ പ്രതിഷ്ഠാപനത്തിലൂടെ? അത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമല്ലേ? എനിക്ക് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP മുന്നോട്ട് വയ്ക്കുന്നത് സാംസ്കാരിക ദേശീയതയാണ്, കൾച്ചറൽ നാഷണലിസം എന്നാണ് അവർ പറയുന്നത്. ആ കൾച്ചറൽ നാഷണലിസത്തിന് കൃത്യമായൊരു ഒരു എന്താ പറയുക, അതിനൊരു വിശദീകരണം നരേന്ദ്രമോദി തന്നെ നൽകിയിട്ടുണ്ട്. അത് സനാതന ധർമ്മത്തിലുള്ള കൾച്ചറൽ നാഷണലിസമാണ്, അത് ഹിന്ദുത്വയാണ്. ആ അർത്ഥത്തിൽ ഒരു വിഭാഗത്തിന്റെ ആശയത്തെയും ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെയും മാത്രം രാജ്യത്തിന്റെ പരമമായ അതായത് എല്ലാ മേഖലകളിലുമുള്ള രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ആ പാർട്ടി ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് അവർ കൃത്യമായി നടപ്പാക്കാൻ പോകുന്നത്. സാംസ്കാരിക ദേശീയത. സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ? അല്ലല്ല, സാംസ്കാരിക ദേശീയത എന്നുള്ള ഒരു വാദം എനിക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. സാംസ്കാരിക ദേശീയത എന്നുള്ള വാദമുഖം BJPയുടെ മാത്രമാണ്. അതുകൊണ്ട് BJP ആണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അതിനെ എതിർക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വേണ്ട, താങ്കൾ പറയൂ. എന്താണ് കൾച്ചറൽ എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ ദീൻദയാൽ ഉപാധ്യായയുടെ ആശയം? പറയൂ. ഞാൻ ചോദിക്കട്ടെ, കൾച്ചറൽ നാഷണലിസം എന്ന ദീൻദയാൽ ഉപാധ്യായയുടെ ആശയം എന്താണ്? പറയൂ. ഡോക്ടർ അരുൺകുമാർ, ഞാൻ നേരത്തെ പലവട്ടം ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചേരി തിരിഞ്ഞുള്ള ആക്രമണത്തിലല്ല, വിഷയത്തിലൂന്നിയുള്ള സംഭാഷണത്തിലാണ് എനിക്ക് താല്പര്യം. ശരി, ഒരു ചോദ്യം അല്ലല്ല, ഇതൊരു ശരിയാണ്. ഞാൻ മതേതരത്വത്തിന്റെ ചേരിയിലാണ്. അല്ലല്ല, ഇത് ആക്രമണമാണ്. ഒരാൾ പറയുന്നതിനെ സപ്ലിമെന്റ് ചെയ്യാനായി അടുത്ത ചോദ്യം അടുത്തയാൾ വരുന്നു. പ്രേക്ഷകർ ശരിയല്ല എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഇത്രയും പേര് ഇരുന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമില്ല. ഈ ഇരവാദത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇപ്പൊ പറയുന്നത് ഇരവാദമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇരവാദമാണ്. BJP ഭൂരിപക്ഷത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇരവാദമാണ്. സുജയ നോക്കൂ, സുജയ പറഞ്ഞ പോയിന്റ് എന്താണ്? ഞങ്ങളൊരു ചേരിയിലാണ്, ഞാൻ മതേതരത്വത്തിന്റെ ചേരിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആകാൻ ഞാൻ ശ്രമിക്കുന്നു. പലപ്പോഴും കൈവിട്ടു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം മതേതരവാദിയാകാൻ പരമാവധി ശ്രമം നടത്തുന്ന ഒരു പൗരനാണ് ഞാൻ. സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും നികേഷനും മതേതര ചേരിയിലാണെന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സുജയിക്കോ? എനിക്ക് മതേതര ചേരിയിൽ അല്ല ഞാനെന്ന് സ്ഥാപിക്കാൻ എന്താണ് നിങ്ങളുടെ കൈവശമുള്ള തെളിവ്? അത് നിങ്ങൾ പറഞ്ഞോ മതി. സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ളിൽ പ്രധാനമന്ത്രി എവിടെ പോകുന്നതിൽ പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ളിൽ കയറുന്നത് ഒരു മതേതരത്വത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടോ? പ്രധാനമന്ത്രി എന്നല്ല, ആ ശ്രീകോവിലിനുള്ളിലേക്ക് പൂജയ്ക്കായി താഴെയുള്ളവൻ മുതൽ എല്ലാവർക്കും പ്രവേശനം കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ രാജ്യത്തെ സിഖിന്റെയും പാസിയുടെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. മാത്രം പ്രധാനമന്ത്രിയല്ലേ? ഗുരുദ്വാര രഖബ്ഗഞ്ചിലേക്ക് ഇതേ പ്രധാനമന്ത്രി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ദില്ലിയിൽ. അതുപോലെയാണോ ഇത്? ഞാൻ ചോദിക്കട്ടെ, പ്രതിഷ്ഠാകർമ്മത്തിന് നിങ്ങളെ ക്ഷണിച്ച് രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടത് പെരുന്നാളിന് കാണുന്നില്ല? എന്തുകൊണ്ടത് ക്രിസ്തുമസിന് കാണുന്നില്ല? എന്തുകൊണ്ടത് സെന്റ് അവസ്ഥ ആഘോഷിക്കുന്ന ദിവസം കാണുന്നില്ല? രാമായണ പാരായണവും ഒപ്പം ഹനുമാൻ ചാലീസയും ചൊല്ലാനാണ് ആവശ്യപ്പെടുന്നത്. അതും നിർബന്ധിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഒരു പ്രധാനമന്ത്രി എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് സാധാരണഗതിയിൽ പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾക്കപ്പുറത്തേക്ക് പ്രധാനമന്ത്രി പോയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് എന്നുള്ളതാണ് എൻ്റെ വിഷയം. നോക്കൂ, ഇവിടെ നാളെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ, ഇത് വെറും കോൺഗ്രസിൻ്റെ മാത്രം വിഷയമല്ലല്ലോ, കോൺഗ്രസ്, CPIM, RJD, JDU, ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും ആ ലീഗിലേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയും ഇവർ ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ്,
ഇവർ മുസ്ലിം പാർട്ടിയാണ് എന്നുള്ള നിലയിലുള്ള ഒരു ചിത്രീകരണമാണ് വരാൻ പോകുന്നത്. ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല നരേന്ദ്രമോദിയുടെ ആ ശക്തിയെ. കാരണം ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആളാണ് നരേന്ദ്രമോദി. അങ്ങനെ ഒരാൾ നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തില്ല. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ പോക്കറ്റിൽ കൈയിട്ട് നടന്നാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന നിരക്ഷരായ ആളുകൾക്ക് അവർക്ക് വാക്കുകളിൽ കൂടിയാണ് കാര്യങ്ങൾ പലതും മനസ്സിലാകുന്നത്. അങ്ങനെ വാക്കുകളിൽ കൂടി 1977 അടിയന്തരാവസ്ഥ വന്ന ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ അന്നത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അന്തരീക്ഷമാണ് ഈ രാജ്യത്തുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. പക്ഷേ ആ സാഹചര്യം വിശദീകരിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഇത് വെറും മതേതരത്വത്തിൻ്റെ മാത്രം വിഷയമല്ലാന്നേ, നമ്മൾ എത്ര തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളെയും നിശ്ചലമാക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തർക്കിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ, കക്കൂസ് നിർമ്മാണം, അതുപോലെ തന്നെ പാചകവാതകം സബ്സിഡി നൽകുന്ന കാര്യം, ഗംഗാ നദിയുടെ ശുചീകരണം. ഇതൊക്കെ സാധാരണഗതിയിലാണെങ്കിൽ 1947 മുതൽ നമ്മൾ 2014 വരെയുള്ള കാലഘട്ടത്തിൽ, ഏറ്റവും കുറഞ്ഞത് 2019 വരെയുള്ള കാലഘട്ടത്തിലെങ്കിലും CAG റിപ്പോർട്ടുകളിലൂടെ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ തന്നെയും നമ്മുടെ മുന്നിൽ റിപ്പോർട്ടുകളായി അവതരിപ്പിച്ചിരുന്നു. 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ CAG റിപ്പോർട്ട്, കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് CAG റിപ്പോർട്ടുകളില്ല. പകരം CAG റിപ്പോർട്ട് നൽകുന്നത് പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളെക്കുറിച്ച് മാത്രമാണ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയുടെ സ്ഥിതി എന്താണ്? സംസ്ഥാന സർക്കാരുകളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് പാർലമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുപ്രധാന ബില്ലുകൾ വരുമ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വിശ്വാസ പ്രമേയം നേടിയ അടൽ ബിഹാരി വാജ്പേയി, ഇതേ പാർട്ടിയുടെ നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി, ഈ രാജ്യത്ത് നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തുപോയത്. അത്രയും ജനാധിപത്യം ആ കാലഘട്ടത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 236 MP-മാരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് സുപ്രധാനമായ ബില്ല് ഭരണകൂടം. അപ്പോൾ ജനാധിപത്യപരമായി നമ്മുടെ എല്ലാ അവകാശങ്ങളും എടുത്തു കളയുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട്ടയും ദാലും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു രാമക്ഷേത്രം നമ്മുടെ മുന്നിൽ അങ്ങ് ഇട്ട് തരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കൂപമണ്ഡൂകമാണ് അരുൺ. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നുണ്ടല്ലോ, ഒരു പാത്രം എടുത്ത് വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ അതിനകത്തിരിക്കുന്ന തവളയ്ക്ക് നമുക്കറിയില്ല നമ്മൾ എത്ര കണ്ട് ചൂടായി വെന്ത് ചാകാൻ പോവുകയാണെന്ന്. നമ്മൾ പെട്ടെന്നൊരു തവളയെ പിടിച്ചൊരു തിളക്കുന്ന വെള്ളത്തിലിട്ടാൽ ആ തവള ചാടിപ്പോകാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ പതുക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലെ തവളയാണ്. നമുക്കറിയുന്നില്ല നമ്മുടെ മതേതരത്വം, നമ്മുടെ ജനാധിപത്യം നഷ്ടപ്പെടുന്നത്. നമ്മൾ ആ 2024 ഈ രാമൻ്റെ കഥകൾ കേട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകാൻ പോകുന്ന ജനതയാണ്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ രീതിയിൽ BJP ദുരുപയോഗിക്കും, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗിക്കും എന്നുള്ളത് വേറെയും ആശങ്കയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാണ്. വെച്ചാൽ ഇപ്പം പങ്കെടുക്കുമ്പോൾ, പ്രധാനമന്ത്രി പൂജാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പുരി ശങ്കരാചാര്യരുടെ തീരുമാനം വരുന്നു. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ തീരുമാനവും എത്തുന്നു, കോൺഗ്രസും പങ്കെടുക്കേണ്ടതില്ല. കോൺഗ്രസിന് ഇത് ഗുണം ചെയ്യുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യം ചർച്ച തുടങ്ങി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം സുജയ നേരത്തെ പറഞ്ഞിരുന്നു, ഈ BJP സർക്കാർ, ഇപ്പോഴുള്ള സർക്കാർ മതേതരമല്ലേ അല്ലേ, ഇവിടെ എന്താ പറയുക, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, അതിനകത്ത് ഒരു സർക്കാരിന് താഴെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അരക്ഷിതരാണ് എങ്കിൽ ആ സർക്കാർ മതേതരമല്ല. അതിനപ്പുറത്തൊരു തെളിവ് വേണ്ട. കാരണം ഒന്ന് നോക്കൂ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണ്, അവർ ഭയചകിതരായിട്ടാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അവിടെ അവർ ഭയചകിതരാണ്. രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഭൂരിപക്ഷങ്ങൾ തീരുമാനമെടുത്ത് മുന്നേറുകയും ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യുകയും ചെയ്താൽ, പിന്നെ നേരത്തെ അരുണും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ജനവിഭാഗത്തിന് പാർലമെന്റിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ ഇല്ല. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിനിധിയില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിൽ മാത്രമല്ല, അതെ പാർലമെന്റിൽ മാത്രമല്ല, ഈ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു MLA പോലും ഇല്ല. അങ്ങനെയുണ്ട്. എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് BJP, അവിടെ ഒന്നും ഒരു MLA ഇല്ല. ഇതിനപ്പുറത്ത് ഈ സർക്കാരും ഈ പാർട്ടിയും മതേതരമല്ല എന്ന് തെളിയിക്കാൻ മറ്റൊരു കാര്യവും വേണ്ട. ഒരു സർക്കാരിൻ്റെ താഴെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ഒരു സർക്കാരിന് താഴെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ, അവർ ഭീഷണിയിലാണെങ്കിൽ, അവർ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സർക്കാർ മതേതരമല്ല.
ഈ അരക്ഷിതരാണ് എന്ന് ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. ന്യൂനപക്ഷത്തിന് സംരക്ഷണം നൽകാത്ത പാർട്ടിയാണ്. ഇതേ നറേറ്റീവ് തന്നെയല്ലേ 2019 പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് രാജ്യം വിധി എഴുതിയത് എങ്ങനെയാണ്? 2014 അധികാരത്തിലേറുന്നു. അത് അഴിമതി ഉള്ള ഒരു സർക്കാരിനെ UPA 2 മടുത്തത് കൊണ്ടാണ് എന്ന ഒരു രാഷ്ട്രീയവാദം ഇവിടെ നിൽക്കുന്നു. എന്നാൽ ആദ്യം 5 വർഷം പൂർത്തിയാക്കി 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ അഴിമതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മുന്നോട്ട് വെച്ചത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല, വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. അതിന്റെ കണ്ടിന്യൂഷനാണ് 2024 അവർ കൊണ്ടുപോകുന്നത്. ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ 2019 അങ്ങനെ ഒരു മാൻഡേറ്റ് കിട്ടുമോ? 5 വർഷം കൊണ്ട് അന്ന് വാജ്പേയി സർക്കാരിനെ കടപുഴക്കി താഴെ എറിഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു? ഇന്ത്യ ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അന്ന് താഴെ എറിഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ടും അപകടമുള്ളത്, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, മുസഫർപൂർ കലാപത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിലാണ് പറയൂ, നിസാറിന് അറിയാമല്ലോ. ഒരു നിമിഷം, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതമാവുന്നത് ഭൂരിപക്ഷം പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഭൂരിപക്ഷം പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യുന്നത് ജനാധിപത്യത്തിനെതിരല്ല, പക്ഷേ അത് പൊളിറ്റിക്കൽ അല്ല, റിലീജിയസ് കൺസോളിഡേഷൻ ആകുമ്പോൾ, അതായത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നുള്ളത് മതപരമായ ഭൂരിപക്ഷമാകുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാവുന്നത്. അതൊരു നറേറ്റീവ് മാത്രമാണ്. അല്ല, നറേറ്റീവ് അല്ല. പറയൂ, MP-യുടെയും MLA-യുടെയും പേര് പറയൂ. MP-മാരുടെയും MLA-മാരുടെയും ഞാൻ ചോദിക്കുന്നത് MP MLA മാത്രമല്ല. MP MLA എന്ന് പറയുന്നത് എത്രയാണ്? ഒരു MP-യുടെ പേര് പറയൂ. മുസ്ലിം MP, BJP-യുടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രാജ്യത്ത് ഒരു മുസ്ലിം MP ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചോദിക്കട്ടെ, MP ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തന്ത്രമുണ്ടല്ലോ, പാർലമെന്റിൽ പ്രാതിനിധ്യം വേണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ, ഒരു മുസ്ലിം എന്ന പേരിൽ തന്നെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. അത് മതേതരത്വം. IUML ആ പാർട്ടിയുടെ പേരിൽ തന്നെ ഒരു സമുദായത്തിന്റെ പേരാണ്. BJP-യുടെ പേരിൽ സമുദായത്തിന്റെ പേരില്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ്. That belongs to the people. ജനതയാണ്, അല്ലാതെ ഒരു മതമല്ല. ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല, BHP എന്നല്ല, പേരിലാണോ? പേരിലും കാര്യമുണ്ടെന്നേ. MP പറയൂ. ഒരു മുസ്ലിം MP, ശരി, ഇലക്ഷൻ കമ്മീഷനും സുജയ, സംഘപരിവാറാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി. ആ പാർട്ടിയിൽ അതാണ് ആ സംഘം. ആ സംഘത്തിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് BJP എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ബജറംഗ് ദളുണ്ട്, അറിയാലോ. ബജറംഗ് ദൾ എന്ന് പറഞ്ഞാൽ ആരുടെ പേരാ? ബജറംഗ് ബലി, ഹനുമാന്റെ പേരിലൊരു സംഘടനയാണ്. 2 വിശ്വ ഹിന്ദു പരിഷത്ത് അതിനകത്തുണ്ട്, ഹിന്ദുവിൻ്റെ പേരിലാണ് അതിനകത്തുള്ളത്. അതിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് ഈ പറയുന്ന BJP എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സംഘടനകളും കൃത്യമായി ഹിന്ദു നാമധേയത്തിലുള്ള സംഘങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ സംഘപരിവാർ. അല്ല, അത് മാത്രമല്ല ഉണ്ണി, അതിനകത്തിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? രണ്ടാമത്തെ സർസംഘ് ചാലക് പറഞ്ഞത് എന്താണ്? മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരാണ്. അതെ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നീ ആഭ്യന്തര ശത്രുക്കളെ എതിർക്കാൻ വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഊർജം കളയരുതെന്ന് പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഇനി അതിനകത്ത് എന്തെങ്കിലും ഡിബേറ്റ് ആവശ്യമുണ്ടോ? നോക്കൂ, എന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഉത്തരേന്ത്യക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ്. അത് വലിയ നിലയിൽ BJPക്ക് പ്രചരിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ നേരത്തെ അത് ഡിബേറ്റ് ചെയ്തു. നേരത്തെ സുജിയ പറഞ്ഞ പോലെ തന്നെ NSS ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നു. വളരെ അപകടകരമായിട്ടാണ് NSS. സാധാരണഗതിയിൽ NSSനെ കേരളത്തിൽ വിലയിരുത്തുന്നത്, NSSനെ സാധാരണഗതിയിൽ നിലനിർത്തുന്നത് BJPക്ക് അവസരം ഒരുക്കാതിരിക്കാൻ ഹിന്ദു വിഭാഗത്തെ സജ്ജമാക്കിയതിൽ 2 സംഘടനകളിൽ ഒന്നാണ് NSSഉം SNDP യോഗവും. NSS സമീപകാലത്ത് എടുക്കുന്ന നിലപാടുകൾ എന്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ, സാധാരണ ഇതിൽ NSS രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് കോൺഗ്രസ് നിരസിച്ച പശ്ചാത്തലത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയാണ്. ജനുവരി 22-ന് അയോധ്യയിൽ ശ്രീരാമ തീർത്ഥ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ്. അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ ആ സംരംഭത്തെ ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയെന്ന് വേണം കരുതാൻ.
ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ പങ്കെടുക്കാതിരിക്കുന്നവരുടെ രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ച് പറയുന്ന ശ്രീ ജി സുകുമാരൻ നായർ പക്ഷേ അതിൻ്റെ അകത്തുള്ള ഈ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് രാമക്ഷേത്ര നിർമ്മാണവുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുള്ള സംഘടനയാണ് കേട്ടോ NSS. ആ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് രാമനവമി നാളിൽ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം വരേണ്ട പ്രതിഷ്ഠാകർമ്മം ശങ്കരാചാര്യ സ്വാമികൾ പോലും എതിർക്കുന്നു. കൃത്യമായ ശാസ്ത്രീയ വശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ ഘട്ടത്തിൽ NSS ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്, പ്രത്യേകിച്ച് NSSനെ കുറിച്ചും ജി സുകുമാരന്മാരെക്കുറിച്ചും മതേതര നിലപാടെടുക്കുന്ന ആ സംഘടനയും ആളുമാണ് എന്ന് ബോധ്യമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കേരളത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഉണ്ട് എന്ന് വേണം കരുതാൻ. അത് സ്വാഭാവികമായും കുറച്ചുകൂടി മതേതര വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് വലിയ നിലയിൽ അത് പ്രതിഫലിക്കാനിടയില്ല എങ്കിൽ തന്നെയും അതിനുള്ള ഒരു ചുവടുവയ്പ് എന്നുള്ള നിലയിൽ ഞാൻ NSSൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുകയാണ്. ഇതൊരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ. ശബരിമല, അതിനുശേഷം മിത്ത് വിവാദം, അതിനുശേഷം ഇപ്പോൾ രാമക്ഷേത്രം, ഇതൊരു തുടർച്ച കാണുന്നുണ്ട് NSSന്റെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ NSSനെ കോട്ട് ചെയ്തത്. അപ്പോൾ സാർ ഈ ആ ഒരു വാർത്താക്കുറിപ്പ് അപ്പോൾ എനിക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ആ വാർത്താക്കുറിപ്പിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ NSS ഇതിനോട് സഹകരിച്ചിരുന്നു. അവിടേക്ക് NSSന്റെ കരയോഗങ്ങളിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് ആള് പോകുമെന്നേ. അത് തന്നെയാണ് നിലപാട് NSSന്റെ. അതിലവർക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ വോട്ടിന് വേണ്ടി NSSന്റെ പെരുന്നയിലെ ആസ്ഥാന മന്ദിരത്തിലേക്ക് എത്തുന്നവരിൽ ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ് ഉണ്ട്. ആരാണില്ലാത്തത്? എന്റെ സുജയ, ഒരു മണ്ഡലത്തിൽ 1000 വോട്ടുണ്ടെങ്കിൽ 1500 വോട്ടുണ്ടെങ്കിൽ അത് നിർണായകമാണ്. അപ്പം ഇതിപ്പോ NSSന്റെ സ്ഥലത്ത് മാത്രമല്ല പോയിട്ടുള്ളന്നേ, SNDP സ്ഥലങ്ങളിൽ പോകുന്നില്ലേ എന്ന് മാത്രമല്ല. ഈ NSSന്റെ ആസ്ഥാനം ഇരിക്കുന്ന ഈ പെരുന്നയുണ്ടല്ലോ, ഈ പെരുന്ന ഇരിക്കുന്ന ജില്ലയിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഇനി ആരുടെ സഹായം ഇനിയിപ്പോ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇവര് തോപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ജയിച്ചിട്ടില്ലേ? NSS അങ്ങ് തോപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആളുകൾ ജയിച്ചിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ തവണ എന്താണ് വോട്ടിട്ടതിന് ശേഷം NSSൽ നിന്ന് വന്ന പ്രസ്താവന? ശബരിമലക്കെതിരായ വിധി അയ്യപ്പൻ ഫലം കാണിച്ചു കൊടുക്കുമെന്നായിരുന്നു. ഫലം കണ്ടു. 99 സീറ്റാണ്. NSSന്റെ വോട്ടിനേക്കാൾ ഉപരിയായി ആ സംഘടനയിൽ NSSന്റെ വോട്ടിനേക്കാൾ ഉപരിയായി ആ സംഘടനയിൽ ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംഘപരിവാറിനെതിരായി നിലകൊണ്ടിരുന്നു. NSSനെ വേണമെങ്കിൽ സംഘപരിവാറിൻ്റെ ശാഖയിൽ കൊണ്ട് കിട്ടാൻ NSSന് കഴിയുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതവർ ചെയ്തില്ലല്ലോ. മാത്രമല്ല ആ നിലയിൽ ഇപ്പോൾ സുകുമാരൻ നായരെ കുറിച്ച് പറയുന്നത് എന്താണ്? സുകുമാരൻ നായർ പണ്ട് ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം NSSൽ വന്നതിന് ശേഷമാണ് സംഘപരിവാറിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്. നോക്കൂ, ഇപ്പോൾ സുജയ ചൂണ്ടിക്കാണിച്ച ഈ 3 കാര്യങ്ങളിലും, അതുപോലെ തന്നെ ശബരിമല, മറ്റേ വിവാദം, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി NSSൻ്റെ നിലപാടിൽ കാണുന്നുണ്ട്. ഞാൻ അനുമാനിക്കുന്നത് തെറ്റായി പോകട്ടെ എന്ന പ്രാർത്ഥനയെ എനിക്ക് സംബന്ധിച്ചിട്ടുള്ളൂ. കാരണം NSS മതേതര കേരളത്തിന് ആവശ്യമായ സംഘടനയാണ്. NSSന് അവരുടേതായ നിലപാട് സ്വീകരിക്കാനും ഉള്ള അവകാശമുണ്ട്. NSS കൃത്യമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തതെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. ഇതിൽ ഇപ്പോൾ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിനേക്കാൾ അപ്പുറം രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയ ഭാവി, അതാണല്ലോ ചോദ്യം. ആ തീരുമാനം, അതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതാണ് ചോദ്യമായി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് 4 പേർ യെസ് എന്ന് പറയുന്നു, ഒരാൾ ഗുണം ചെയ്യില്ല എന്ന് പറയുന്നു. ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞത് സുജയാണ്. ഞാനാണ്. കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞതിന് എനിക്ക് കൃത്യമായ ഉത്തരവുമുണ്ട്. കോൺഗ്രസിന് ദീർഘകാല അടിസ്ഥാനത്തിൽ, അതായത് അത് തന്നെ, അതായത് BJPയെ എതിർക്കുന്നതിനായി അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുന്നതിനായി ആ വേദി പങ്കിടാതിരിക്കാൻ വേണ്ടി ഈ തീരുമാനം എടുത്തത് അവസാന നിമിഷത്തിലാണ്. മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത്. അത് ഏകശിലാത്മകമായ ഒരു പാർട്ടിയോ ഏതെങ്കിലും മതത്തിനു പിന്നാലെ പ്രവർത്തിക്കുകയോ ആ നേതാവ് എപ്പോഴും പോയി മതാരാധന നടത്തുകയോ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളത്. ബഹുസ്വരതയാണ് ജനാധിപത്യം. അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ ഈ സാംസ്കാരിക ദേശീയത, അതെന്താണെന്ന് പോലും അറിയാതെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക ദേശീയത വലിയ കാര്യമാണ്. BJP ഒരു മതേതര പാർട്ടിയാണ്. പക്ഷേ BJPയുടെ ഉള്ളിൽ ഒരു ന്യൂനപക്ഷ MP കാണിക്കാൻ കഴിയുന്നില്ല. അത് ചോദിക്കുന്ന സമയത്ത് MP ആണോ എന്ന് ചോദിക്കുന്നു. ന്യൂനപക്ഷം അരക്ഷിതരാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് ജയിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ നേരത്തെ അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ മതപരമായ ഭൂരിപക്ഷം എന്നുള്ളത് അപകടകരമാണ്. അതൊരു ജനാധിപത്യത്തിന് വളരെയധികം ഒരു അർബുദം പോലെ തന്നെ അപകടകരമാണ്. കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നാണ് ചോദ്യം. യെസ് 4, നോ 1. Meet the editors.